ഇപ്പോൾ കപ്പയുടെയും ചക്കയുടെയൊക്കെ സീസണല്ലേ, പുഴുക്കൊക്കെ ഉണ്ടാക്കി തിന്ന് മടുത്തുന്നേ. അപ്പോൾ കുറച്ച് ചക്കയും കപ്പയൊക്കെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കാമല്ലോ. കപ്പ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെണ്ടം പുഴുങ്ങും പോലെ ഒന്ന് പുഴുങ്ങിയെടുത്തേ. പിന്നെ വെന്ത് പോകാതെ നോക്കണം കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് വീഴുന്ന കപ്പയായിരുന്നേ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഓഫ് ചെയ്തു. പകുതി വെന്താൽ മതിയാവും, ഇല്ലെങ്കിൽ അരിയുമ്പോൾ പൊടിഞ്ഞു പോവും. എന്നിട്ട് ഇതുപോലെ കത്തിയും കൊണ്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ കട്ടി കുറച്ച് വേണം അരിയാനായിട്ട്. ഞാൻ സ്ലൈസറിൽ നോക്കിയപ്പോൾ അത് പൊടിഞ്ഞു പോകാറുണ്ട്, അതുകൊണ്ട് ഞാൻ കത്തിയും കൊണ്ട് തന്നെ ഫുള്ളും ഇതുപോലെ അരിഞ്ഞെടുത്തു കേട്ടോ. ചെറിയ സ്ലൈസായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തേ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. അതുകൊണ്ട് ഞാനൊരു മിൽക്ക് ഷേക്കൊക്കെ അടിച്ചങ്ങ് കുടിച്ചു. ബനാനയും ബട്ടർ ഫ്രൂട്ടും ഒക്കെ ഇട്ടൊരു മിൽക്ക് ഷേക്കാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. അതോടുകൂടി എൻ്റെ വിശപ്പം കൊണ്ട് മാറി. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കപ്പ വറുത്തമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനതിന് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച പാത്രമാണ്, എണ്ണയൊക്കെ വലിച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചക്കയും വെട്ടി കണ്ടിച്ച് നീളത്തിൽ നല്ല കട്ടി കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക വെട്ടണമൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ ഒരു പണിയാണ് ഗൈസ്. നല്ല അരക്കുള്ളൊരു ചക്കയായിരുന്നേ, അതൊന്ന് വെട്ടിയെടുക്കാൻ നല്ല പാടുപെട്ടു. അപ്പോൾ ഇതാ അതും ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ സ്നാക്സും കൊണ്ടുപോകണം. അപ്പം ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തു വിടാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ അവസാനം നമ്മുടെ ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞു ഗൈസ്. എല്ലാം കഴിച്ചു നോക്കട്ടെ. അടിപൊളി. എല്ലായിടത്തും ചക്കയും കപ്പയൊക്കെ ഉണ്ടല്ലോ, വേഗം പോയി ഉണ്ടാക്കിക്കോ. ടാറ്റാ.